ഹലോ, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർപ്പക്കാവ് എന്ന വീഡിയോ ചെയ്ത ശേഷം കമന്റ് ബോക്സിൽ കുറച്ചുപേർ അതിന്റെ സെക്കൻഡ് പാർട്ടിനു വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്റെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് സർപ്പക്കാവ് 2 ഇതാ നിങ്ങളുടെ മുന്നിൽ. ഇത് കാണുന്നതിനു മുമ്പ് സർപ്പക്കാവ് എന്ന കഥയും രക്തരക്ഷസ് എന്ന കഥയും ഒന്ന് കണ്ടു നോക്കണേ. കാരണം ഈ കഥ ഒരു MCU ആണ്, അതായത് മൈ വേ ക്രിയേഷൻസ് യൂണിവേഴ്സ്. ഇനി കഥയിലേക്ക് കടക്കാം. ദേവി, എവിടെയാ നീ? ദേവി, നീ അടുക്കളയിലായിരുന്നു. വല്ലാത്ത യാത്രാക്ഷീണം. അച്ഛ വന്നോ? സരസ്വതിയുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ കുളിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം. അമ്മേ, മുത്തച്ഛൻ വന്നിട്ടുണ്ടല്ലേ? പുറത്ത് കാറ് കിടക്കുന്നത് കണ്ടു. മുത്തശ്ശൻ എവിടെ? 1 മാസമായില്ലേ മുത്തശ്ശനെ കണ്ടിട്ട്. സരസ്വതി ചെറിയമ്മ എന്തു പറയുന്നു? അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് അച്ഛാ, ഇവിടെ ചില അനർത്ഥങ്ങൾ ഉണ്ടായപ്പോ ജോത്സ്യർ സർപ്പക്കാവിൽ പൂജ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മോൻ അവിടെ സർപ്പക്കാവ് വൃത്തിയാക്കാൻ പോയി. അവിടെ ഒരു വലിയ പാമ്പിനെ കണ്ടു. പേടിച്ചവൻ വീട്ടിൽ വന്നപ്പോ രാത്രി അതേ ചുവന്ന കണ്ണുള്ള വലിയ സർപ്പത്തെ അവൻ കണ്ടു. രാവിലെ മുറി പരിശോധിച്ചപ്പോഴാണ് മോൻ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായത്. അവസാനം പൂമേനിയില്ലത്തെ കാരണവരോട് കാര്യങ്ങൾ പറഞ്ഞു. കുടുംബാംഗങ്ങളൊക്കെ ചേർന്നൊരു പൂജ നടത്തി. അതിനുശേഷം ഇപ്പോ കുഴപ്പമൊന്നുമില്ല അച്ഛാ. അല്ല മോനെ, ഞാൻ ഇവിടുന്ന് പോയ ശേഷം നീ വല്ല അരുതാത്ത പ്രവൃത്തിയും ചെയ്തോ? അത് മുത്തശ്ശ, ഞാൻ കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് വന്നു. എല്ലാവരും ഭയന്നപ്പോൾ ഞാൻ അതിനെ എതിർത്ത് നിന്നു. കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാൻ ഒരു വിറക് കൊള്ളിയെടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്നു. ശിവ അച്ഛാ, ഇതൊന്നും ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല ദ്രോഹി. നീ കുലം മുടിക്കും. മോനെ രമണ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നാഗശാപത്തിന്റെ ശക്തി നിനക്കറിയാഞ്ഞിട്ടാണ് മോനെ. നീ ഇപ്പോൾ ജീവനോടെ തന്നെ ഇരിക്കുന്നതിന് കാരണം പൂർവികരുടെ സ്വത്തായ ശൈവമാന്ത്രികക്കല്ലിന്റെ ശക്തി കൊണ്ടാണ്. ശൈവമാന്ത്രികക്കല്ലോ? അതെന്താണ് മുത്തശ്ശ? ദേവി, നീ അവനെക്കുറിച്ചൊന്നും ഇവനോട് പറഞ്ഞിട്ടില്ലേ? ഇല്ല അച്ഛ, സമയമാകട്ടെ എന്ന് കരുതി. എന്നാൽ സമയമായി. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ പടിഞ്ഞാറൻ തീരത്തെ പടമംഗലത്ത് തലയെടുപ്പോടെ തലയുയർത്തി നിന്നിരുന്ന ഒരു തറവാടുണ്ടായിരുന്നു. പടമംഗലം മാളിക. കേവലം ചെങ്കല്ലും തടികളും കൊണ്ടല്ല, സ്നേഹത്തിന്റെയും ധീരതയുടെയും തലമുറകളായി കാത്തുസൂക്ഷിക്കുന്ന ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അത് പണിതുയർത്തിയത്. മാളികയിൽ ധീരരായ 3 സഹോദരങ്ങൾ, വീരവർമ്മനും വിജയവർമ്മനും വിക്രമവർമ്മനും അവരുടെ ഏക സഹോദരി ദേവകീദേവിയും ഒരുമിച്ച് ജീവിച്ചു. സഹോദരങ്ങൾ ഓരോരുത്തർക്കും 30 വയസ്സും ദേവകീദേവിക്ക് 25. നാടിന്റെ യശസ് കാത്തുസൂക്ഷിച്ച ധീരയോദ്ധാക്കളായിരുന്നു സഹോദരങ്ങൾ. ദേവകീദേവിയുടെ സൗന്ദര്യവും സ്നേഹവും മാളികയെ സ്വർഗമാക്കി. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നാടിന്റെ ധനികരിൽ ധനികനായ ഭാനുപ്രതാപ് കടന്നുവന്നു. നാടിന്റെ യശസ്സിനും മാളികയുടെ സമ്പത്തിനും ചേർന്നൊരു ബന്ധമെന്ന് സഹോദരങ്ങൾ കരുതി. ദേവകീദേവിയുടെ കരം പിടിക്കാൻ ഭാനുപ്രതാപ് താൽപര്യം കാണിച്ചു. സഹോദരങ്ങളും സന്തോഷത്തോടെ ഈ ബന്ധത്തിന് സമ്മതിച്ചു. നാട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ ദേവകീദേവി ഭാനുപ്രതാപിന്റെ വധുവായി. എന്നാൽ ആ വിവാഹം മാളികയിലേക്ക് ദുഃഖവും ശാപവും കൊണ്ടുവരുന്നതായി ആരും അറിഞ്ഞില്ല. ഭാനുപ്രതാപിന്റെ കണ്ണുകളിൽ മാളികയുടെ സ്വത്തുക്കളും അതിന്റെ വിസ്തൃതമായ ഭൂമിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ദേവകീദേവി അയാളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞെങ്കിലും ബന്ധത്തിന്റെ പേരിൽ മിണ്ടാതിരുന്നു. മാളികയുടെ സംരക്ഷണത്തിനായി തലമുറകളായി കൂട്ടുനിന്നത് സമീപത്തുള്ള ആ പുരാതന വടവൃക്ഷവും അതിന്റെ ചുവട്ടിലെ നാഗസ്ഥാനവുമായിരുന്നു. വീരവർമ്മനും സഹോദരന്മാരും ആ നാഗങ്ങളെ തങ്ങളുടെ കാവൽക്കാരായി കണ്ടു. പുലർച്ചെയും സൂര്യാസ്തമയത്തും
അവർ അവിടെ വിളക്കുകൾ തെളിയിച്ച് പ്രാർത്ഥിച്ചിരുന്നു. കാലം മുന്നോട്ടു പോയപ്പോൾ ഭാനുപ്രതാപിന്റെ അത്യാഗ്രഹം വർദ്ധിച്ചു. മാളികയുടെ ഭൂമി വിൽക്കാൻ അയാൾ ശ്രമം തുടങ്ങി. എന്നാൽ അയാൾക്ക് ഏറ്റവും വലിയ തടസ്സമായി തോന്നിയത് മാളികയുടെ പുരാതനമായ നാഗസ്ഥാനവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വടവൃക്ഷവുമായിരുന്നു. അതിന്റെ വേരുകൾ ഭൂമിയെ മുറുകെ പിടിച്ചിരുന്നു. ഭാനുപ്രതാപ് ആ വൃക്ഷത്തെ വെട്ടിവീഴ്ത്താൻ തീരുമാനിച്ചു. ഭാനുപ്രതാപിന്റെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ നാഗസ്ഥാനം പൊളിച്ചുമാറ്റി. വിവരമറിഞ്ഞ സഹോദരങ്ങൾ മാളികയുടെ പുരാതന കാവലിനെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി. വീരവർമ്മനും വിജയവർമ്മനും വിക്രമവർമ്മനും ഭാനുപ്രതാപിനെ തടയാൻ വൃക്ഷത്തിനരികെയെത്തി. ഈ വൃക്ഷം വെട്ടാൻ ഞങ്ങൾ അനുവദിക്കില്ല, സഹോദരങ്ങൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഭാനുപ്രതാപിന്റെ ഭൃത്യന്മാർ സഹോദരങ്ങളെ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിച്ചു. സഹോദരങ്ങളുടെ കൈക്കരുത്തിനു മുന്നിൽ ഭൃത്യന്മാർ നിഷ്ക്രിയരായിപ്പോയി. എന്നാൽ ഭാനുപ്രതാപ് ദേവകീദേവിയുടെ കഴുത്തിനു നേർക്ക് കോടാലി വച്ചു. സഹോദരങ്ങൾ ഭാനുപ്രതാപിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വാദമുഖങ്ങൾ അവിടെ വിലപ്പോയില്ല. ഭാനുപ്രതാപിന്റെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ ആ പുരാതന വൃക്ഷം വെട്ടാൻ തുടങ്ങി. മാളികയുടെ ഹൃദയം മുറിഞ്ഞു വീഴുന്നതായി സഹോദരങ്ങൾക്ക് തോന്നി. ഭാനുപ്രതാപിന്റെയും ഭൃത്യന്മാരുടെയും ക്രൂരതയ്ക്ക് മുന്നിൽ പ്രകൃതി പ്രതികരിച്ചു. നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ട ആ വടവൃക്ഷം കടപുഴകി വീണു. ആ നിമിഷം വൃക്ഷത്തിൽ വസിച്ചിരുന്ന ആയിരക്കണക്കിന് നാഗങ്ങൾ പുറത്തുവന്നു. അവയിൽ ഏറ്റവും ഭീമാകാരനായ നാഗരാജാവ് ഭാനുപ്രതാപിന് നേർക്ക് ചീറ്റിയെത്തി. പ്രകൃതിയുടെ ശാപം ഏറ്റുവാങ്ങി ഭാനുപ്രതാപ് നിലത്ത് ജീവനറ്റു വീണു. ഭാനുപ്രതാപിന്റെ മരണത്തിൽ തൃപ്തിയാകാതെ പാമ്പുകൾ മാളികയിലേക്ക് ഇരച്ചുകയറി. ഓരോ മുറിയിലും ഓരോ കോണിലും പാമ്പുകൾ നിറഞ്ഞു. മാളികയിലുണ്ടായിരുന്ന എല്ലാവരും ജീവനും കൊണ്ടൂടി. വീരവർമ്മനും വിജയവർമ്മനും വിക്രമവർമ്മനും ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രകൃതിയുടെ ഈ പ്രളയത്തെ എതിർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദേവകീദേവി ഒരു മുറിയിൽ ഒറ്റപ്പെട്ടുപോയി. ഒരു ഭീമാകാര നാഗം അവളെ ആക്രമിച്ചു. ധൈര്യത്തെ കൈവിടാതെ ദേവകീദേവി ചുമരിൽ തൂക്കിയിരുന്ന ഒരു പുരാതന വാളെടുത്ത് അതിന് നേരിട്ടു. പാമ്പിനെ 2 തുണ്ടമായി മുറിച്ചു വീഴ്ത്തിയെങ്കിലും അതിന്റെ കൂട്ടത്തിലെ മറ്റൊരു പാമ്പ് അവളെ കടിച്ചു. ദേവകീദേവിയുടെ വേദന നിറഞ്ഞ നിലവിളി മാളികയിൽ മുഴങ്ങി. തന്റെ സഹോദരിയുടെ നിലവിളി കേട്ട വീരവർമ്മൻ ഒരു കഠിനമായ തീരുമാനമെടുത്തു. മാളികയെയും അതിലെ ജീവനോടെ അവശേഷിക്കുന്നവരെയും ഈ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ അവർക്ക് മുന്നിലുണ്ടായിരുന്നത് ഒരേയൊരു മാർഗം. മാളികയെയും അതിനകത്തുള്ള പാമ്പുകളെയും അഗ്നിയിൽ സമർപ്പിക്കുക. സഹോദരങ്ങൾ ദുഃഖത്തോടെയാണെങ്കിലും ആ അഗ്നിസ്നാനത്തിന് അനുവാദം നൽകി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടമംഗലം മാളിക പ്രകൃതിയുടെ കോപത്താൽ അഗ്നിക്കിരയായി. എന്നിട്ടെന്തുണ്ടായി മുത്തശ്ശ? ശൈവ മാന്ത്രിക കല്ലിന്റെ കഥയെന്താണ്? എല്ലാം ഞാൻ നിനക്ക് വിശദമായി പറഞ്ഞുതരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷനായി. താങ്ക്